മലപ്പുറത്തേക്ക് കൂടി പോവുകയാണ്. CV അനുമോദാണ് നമുക്കൊപ്പം അവിടെ നിന്ന് ചേരുന്നത്. അനുമോദ്, ഗുഡ് മോർണിംഗ്. മലപ്പുറം പൊന്നാനി അത് UDFന്റെ പൊന്നാവരം കോട്ടയാണ്. അവിടെ പക്ഷേ അട്ടിമറി വിജയം പോലും LDF പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായിരുന്നു ഈ പോളിംഗ് ദിനത്തിലെ ഒരു കാഴ്ച? ആർക്കനുകൂലമായി തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് അവിടെ നിന്നും വരുന്നത്? ഈ പോളിംഗ് ശതമാനത്തിലെ കുറവുണ്ടല്ലോ, അത് പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളൊരു ഭയം UDFനുണ്ടോ അവിടെ? ഗുഡ് മോർണിംഗ് ആര്യ. നമുക്കറിയാം മലപ്പുറത്തിൻ്റെയും പൊന്നാനിയുടെയും പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ വളരെ കുറവാണ്. നമുക്ക് ആദ്യം പൊന്നാനിയിലേക്ക് വരികയാണെങ്കിൽ പൊന്നാനിയിൽ ഏറ്റവും അവസാനം നമുക്ക് ലഭിച്ച കണക്ക് പ്രകാരം 69.24 പോളിംഗ് ശതമാനം. കഴിഞ്ഞ തവണ 74 അത്രയും 4% ഒരു കുറവുണ്ടായിട്ടുള്ളത് പൊന്നാനിയിലാണ്. ഇവിടെ തന്നെ പൊന്നാനിയിൽ തന്നെ നിയമസഭാ മണ്ഡലങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ തിരൂരങ്ങാടി 70.53, താനൂർ 71.21, തിരൂര് 69.56, കോട്ടയ്ക്കൽ 69.78, തവനൂർ 69.18, പൊന്നാനി 64.98, തൃത്താല 69.4. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഇവിടെ ശ്രദ്ധേയമാകുന്നത് പൊന്നാനിയിലെ പോളിംഗ് ശതമാനത്തിലെ കുറവാണ്. അതായത് മണ്ഡലത്തിലെ ശരാശരി 69.24 ആണെന്നിരിക്കെ പൊന്നാനിയിൽ 64.98. അതൊരു വലിയ കുറവാണുള്ളത്. ഈ ഒരു കണക്കുകളിൽ ഇരു വിഭാഗങ്ങളും വിലയിരുത്തുമ്പോൾ പോളിംഗ് കുറഞ്ഞിരിക്കുന്നത് മറ്റും ഇടതുപക്ഷം പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ വോട്ടെല്ലാം തന്നെ പെട്ടിയിൽ വീണു, വലതുപക്ഷത്തിൻ്റെ വോട്ടാണ് ലഭിക്കാനുള്ളത്, അതാണ് ഈ ശതമാനത്തിൽ കുറവെന്ന് അവകാശപ്പെടുമ്പോൾ മറുപക്ഷം UDF പറയുന്നത് നേരെ തിരിച്ചാണ്. പക്ഷേ ഈ പൊന്നാനിയിൽ നമുക്കറിയാം ഇടതുപക്ഷത്തിന് ഏറെ മെജോറിറ്റി ഉള്ള ഒരു മണ്ഡലമാണ്. അവിടുത്തെ പോളിംഗിലെ കുറവ് ഇടതുപക്ഷത്തിന് അല്പം ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യം തീർക്കുന്നുണ്ട്. കാരണം ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച മണ്ഡലങ്ങളിലൊന്നാണ് പൊന്നാനി നിയമസഭാ മണ്ഡലം. അവിടെ പ്രതീക്ഷിച്ച പോലെ വോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് കോൺഗ്രസിൻ്റെ വോട്ടുകളാണ് വരാത്തതെന്നാണ് പ്രാഥമികമായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ വിലയിരുത്തലെങ്കിൽ പോലും ഈ പൊന്നാനിയിലെ കുറവ് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് ഒരു ചെറിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഒപ്പം തന്നെ തിരൂരങ്ങാടിയും താനൂരും അവിടെ രണ്ടിടത്തുമാണ് 70-ന് മുകളിൽ പോളിംഗ് ഉള്ളത്. ഈ സമസ്ത വിഭാഗക്കാരുടെ വോട്ട് ഏറ്റവും അധികം ഉള്ള മണ്ഡലങ്ങളിലൊന്നാണ് തിരൂരങ്ങാടി. അപ്പോൾ അവിടെ വോട്ട് കൂടിയത് ആർക്കനുകൂലമാകും എന്ന ഒരു വിലയിരുത്തലും ചർച്ചയും നടക്കുന്നുണ്ട്. കാരണം ഈ സമസ്തയുടെ വോട്ടുകളാണ് ഇത്തവണ ഇടതുപക്ഷം ഏറ്റവും വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു കാര്യം. സമസ്തയുടെ വോട്ടുകൾ അനുകൂലമായി ലഭിക്കുമെന്ന കണക്കൂട്ടലാണ് ഇടതുപക്ഷത്തിനുള്ളത്. അപ്പോൾ അവർക്ക് ഏറ്റവും മെജോറിറ്റി ഉള്ള തിരൂരങ്ങാടിയിൽ പോളിംഗ് പെർസെൻറ്റേജ് വർദ്ധിച്ചത് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം തീർക്കുന്ന കണക്കൂട്ടലുണ്ട്. UDFനെ സംബന്ധിച്ച് അത് നേരെ തിരിച്ചുമാണ്. മലപ്പുറത്തേക്ക് വരികയാണെങ്കിൽ മലപ്പുറത്ത് 72.9 ഏറ്റവും അവസാനമായിട്ട് ലഭിച്ച ഒരു പോളിംഗിൻ്റെ കണക്ക്. കഴിഞ്ഞ തവണ അത് 75 3% കുറവ്. അത് വലിയ വ്യത്യാസം തന്നെയാണ്. മലപ്പുറത്തെ ഈ പോളിംഗ് ശതമാനത്തിലെ കുറവ് UDFനെ സംബന്ധിച്ച് UDF പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ വോട്ടുകളെല്ലാം തന്നെ കൃത്യമായി പോൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മലപ്പുറത്തെ പൊന്നാനിയേക്കാൾ UDFന് ആത്മവിശ്വാസം മലപ്പുറത്താണുള്ളത്. മലപ്പുറത്ത് ഒരിക്കലും ഒരു പരാജയം ഉണ്ടാകില്ല എന്ന കണക്കൂട്ടൽ തന്നെയാണ് UDFനുള്ളത്. അവിടെ ഏറ്റവും ചുരുങ്ങിയത് 1,00,000 മുകളിൽ വോട്ട് ലഭിക്കും എന്ന കണക്കൂട്ടലുണ്ട്. പൊന്നാനിയിലേക്ക് വരികയാണെങ്കിൽ പൊന്നാനിയിൽ UDF തന്നെ പ്രതീക്ഷിക്കുന്ന മെജോറിറ്റി ഒരു 50-നും 50,000-നും 70,000-നും ഇടയിലായിട്ടുള്ളതാണ് പ്രാഥമിക കണക്ക്. പക്ഷേ UDF അങ്ങനെ കരുതണമെങ്കിൽ അവിടെ അവർ ഉദ്ദേശിച്ച പോലെ അവർക്ക് അനുകൂലമായ വോട്ട് ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. അത് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകമാണ്. കാരണം കഴിഞ്ഞ തവണ 1,90,000-ന് മുകളിൽ ഭൂരിപക്ഷത്തിന് ജയിച്ച മണ്ഡലത്തിൽ 50,000-നും 70,000-നും ഇടയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടാകൂ എന്ന് UDF പ്രാഥമികമായിട്ട് വിലയിരുത്തുമ്പോൾ അവിടെ UDFൻ്റെ അക്കൗണ്ടിൽ നിന്നും വോട്ട് ചോർച്ച നടന്നിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയായിട്ട് വേണം ആദ്യം നമുക്ക് വിലയിരുത്തുവാൻ. രണ്ടാമതായിട്ട് ഈ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് എത്ര വോട്ടുകൾ സമസ്തയിൽ നിന്ന് ലഭിച്ചു, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ വോട്ടുകൾ പൂർണ്ണമായും UDFന് ലഭിച്ചോ? കാരണം പൊന്നാനി കോൺഗ്രസിൻ്റെ കൂടി വോട്ടുള്ള സ്ഥലമാണ്. അവിടുത്തെ പോളിംഗ് ശതമാനത്തിൽ കുറവ് ഒരുപക്ഷെ UDFന് കോൺഗ്രസിന് വോട്ട് ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നതുകൂടി പരിശോധിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. നിലവിൽ പൊന്നാനി ഇടതുപക്ഷത്തിന് ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട്. അത് ഈ പോളിംഗ് ശതമാനത്തിലെ കുറവ് കണക്കാക്കുമ്പോൾ അതിൻ്റെ ഓരോ മണ്ഡലത്തിലെയും കണക്കുകളുടെ അടിസ്ഥാനമാക്കിയാണ് അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്തുന്നത്. നമ്മോടൊപ്പം പൊന്നാനിയിലെ സ്ഥാനാർത്ഥി ശ്രീ KS ഹംസ അല്പസമയത്തിനകം ചേരും. അദ്ദേഹം നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 40 ദിവസത്തിലേറെ നടത്തിയ ഒരു പ്രചരണം അതിൻ്റെ കൂടി ഒരു വിലയിരുത്തലാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാവുക.
നമസ്കാരം ശ്രീ കെ സംസ. നമസ്കാരം. ഇപ്പോൾ പൊന്നാനിയിലെ പോളിംഗ് ശതമാനത്തിലെ കുറവാണ് രാവിലെ മുതൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അങ്ങയുടെ ഒരു വിലയിരുത്തൽ? കാര്യം ഇപ്പോൾ 70% 69% ഈ നിലവിലുള്ള കണക്ക്. ഈ പോളിംഗ് ശതമാനത്തിലെ കുറവ് നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണെന്ന് കരുതുന്നുണ്ടോ? ഏറെക്കുറെ പറഞ്ഞാൽ നമുക്ക് അനുകൂലമാണ്. എല്ലാം പെട്ടിയിലായി കിടക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരു എക്സാഗറേറ്റ് ചെയ്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. പെട്ടിയിലുള്ള സാധനങ്ങളോട് മറിഞ്ഞു പോയില്ലല്ലോ, അതവിടെ കിടക്കുന്നുണ്ടല്ലോ. കാണാൻ പോണ പൂരം ചോദിച്ചറിയണ്ടെന്ന് പറയും അതവിടെ. പക്ഷേ ഏറെക്കുറെ നമുക്ക് അനുകൂലമാണ് പോളിംഗ് കുറഞ്ഞത്. എന്നാൽ കുറച്ചൊക്കെ ഇടതുപക്ഷത്തിന് അനുകൂലമായ വോട്ടും ചെയ്യാതെ പോയിട്ടുണ്ടാവാം. അതൊരു സ്വാഭാവികമാണ്. അപ്പോൾ നമ്മൾ മീഡിയയുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ എപ്പോഴും വസ്തുനിഷ്ഠമായി സംസാരിക്കണമല്ലോ. അതുകൊണ്ട് പറയുന്നതാണ് ഇടതുപക്ഷത്തിന് അനുകൂലമായ കുറച്ച് വോട്ടും ചെയ്യാതെ പോയിട്ടുണ്ട്. എന്നാൽ അത് സ്വാഭാവികമായി ചെയ്യാതെ പോകുന്ന ചില കാര്യങ്ങൾ അശ്രദ്ധയോടുകൂടി പ്രത്യേകിച്ച് വിട്ടുന്നത് അതിലെന്തെങ്കിലും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ കൂടുതൽ ചെയ്യാതെ പോയ വോട്ട് UDF വോട്ടാണ്. അതിന് 3-4 കാരണങ്ങളുണ്ട്. ഒന്ന് അസംതൃപ്തിയാണ്. സ്ഥാനാർത്ഥിയോട് അസംതൃപ്തി, പാർട്ടിയുടെ നയങ്ങളോട് അസംതൃപ്തി, അവരെ കൊടി പോയതിലുള്ള വിഭ്രാന്തി, പ്രതിഷേധം ഒക്കെയുണ്ട്. പിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടി അനുവർത്തിച്ച ഒരു ഫാഷിസ്റ്റ് സംഘപരിവാർ ഗവൺമെൻറ്റോടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് നയത്തോടുള്ള അസംതൃപ്തി, യുവജനങ്ങളെ പരിഗണിക്കാത്തതിലുള്ള അസംതൃപ്തി, അങ്ങനെ പലതരം അസംതൃപ്തികളുണ്ട്. അങ്ങനെ വന്ന് ലീഗ് വോട്ടുകൾ ചെയ്യാതെ പോയിട്ടുണ്ട്. കുറേ എനിക്ക് ചെയ്തിട്ടുണ്ട്, കുറേ ചെയ്യാതെ പോയതുണ്ട്, ഫ്രീസായി പോയിട്ടുണ്ട്. നമ്മൾ ഏറ്റവും അധികം പ്രതീക്ഷ അർപ്പിച്ചിരുന്നത് സമസ്തയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് അനുകൂലമായിട്ട് വോട്ട് ലഭിക്കുമെന്നുള്ളതാണല്ലോ. എങ്ങനെയാണ് കരുതുന്നത്? സമസ്തയുടെ ഭാഗത്ത് നിന്ന് വോട്ട് മുഴുവൻ ലഭിച്ചോ? ഒരുപക്ഷെ സമസ്ത വോട്ട് ചെയ്തില്ലെങ്കിൽ പോലും UDFന് തിരിച്ചടിയാകും. പക്ഷേ വോട്ട് നമുക്ക് ലഭിച്ചാൽ UDFന് അത് ഇരട്ട പ്രഹരമായിരിക്കും. എങ്ങനെയാണ് അതിൻ്റെ ഒരു സാധ്യത കാണുന്നത്? സമസ്തയുടെ ഭാഗം മാത്രമല്ല, ഞാൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു വാക്ക്, വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ആ പദം ഞാൻ പ്രയോഗിക്കാറുള്ളൂ. ലീഗിന് വോട്ട് ചെയ്തിരുന്ന പല ഘടകങ്ങളിലും അസംതൃപ്തിയുണ്ട്. ആ വോട്ടുകൾ പലതും തിരിഞ്ഞിട്ടുണ്ട്, ചിലത് ഫ്രീസായിട്ടുണ്ട്, കുറേയൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഭൂരിപക്ഷം അവിടെ ചെയ്ത് കാണും. ഭൂരിപക്ഷം വോട്ടും അവിടെ തന്നെ ചെയ്ത് കാണും. കാരണം പാർട്ടിക്കാരെ സംസ്ഥയിൽ വിവിധ രാഷ്ട്രീയക്കാരുണ്ട്. അതുണ്ട്. സംസ്ഥയിലെ ലീഗുകാർ, സംസ്ഥയിലെ കോൺഗ്രസ്സുകാർ, സംസ്ഥയിലെ CPMകാർ, സംസ്ഥയിലെ തീരെ രാഷ്ട്രീയമില്ലാത്ത ആളുകൾ, അങ്ങനെ 4 ഘടകങ്ങൾ സംസ്ഥയിലുണ്ട്. എന്നാൽ സംസ്ഥയിലെ ലീഗുകാരാണ് കൂടുതലുള്ളത്. കോൺഗ്രസ്സുകാരെക്കാളും CPMകാരെക്കാളും സംസ്ഥയിൽ കൂടുതൽ ലീഗുകാരാണ് ഉള്ളത്. ഏതൊരു വസ്തുത സത്യമാണ്. ആ സംസ്ഥയിലെ ലീഗുകാരുടെ വോട്ടാണ് ഇങ്ങോട്ട് ഒഴുകി വന്നിട്ടുള്ളത് കുറേ. അതിൽ നിന്നാണ് ഒരു പങ്ക് ഞങ്ങൾക്ക് ഒഴുകി വരികയോ അല്ലെങ്കിൽ ചെയ്യാതെ പോവുകയോ ഒക്കെ ചെയ്തിട്ടുള്ളത് സമസ്തയിലെ ലീഗുകാരുടെ വോട്ടാണ്. എന്നാൽ സമസ്തയിലെ CPMകാരെയും സംസ്ഥയിലെ കോൺഗ്രസ്സുകാരുടെയും വോട്ട് അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. നമുക്ക് ലഭിച്ചിരുന്ന വോട്ടുകൾ നിലനിർത്തുകയും അവർക്ക് ലഭിക്കുന്ന വോട്ടുകൾ കുറയും ചെയ്തിട്ടുണ്ടെന്നാണ്. കുറയും ചെയ്തിട്ട് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. നല്ല വലിയ സാധ്യത അതിനകത്തുണ്ട്. അതിൻ്റെ കൂടെ ഈ ഒരു ഘടകം കൂടിയുണ്ട്. ഏത് ലീഗിന് വോട്ട് ചെയ്തിരുന്ന മറ്റ് ഘടകങ്ങളെയും കൂടി കാണണം നമ്മൾ. യൂത്ത് ലീഗിനെ നമ്മൾ ആ കാര്യത്തിൽ നിസ്സാരമായി കണക്കാക്കേണ്ട. യൂത്ത് ലീഗിൻ്റെ അസംതൃപ്തിയെ ഗൗരവത്തിൽ തന്നെ എടുക്കേണ്ടതുണ്ട്. അവർ ഒരു 1-2 മുൻ MPമാരുണ്ടായി കണ്ടാൽ നന്നായി എന്ന് ആഗ്രഹിക്കുന്നവരാണ് അതിലേറെ പങ്ക്. അത് അവരിൽ ആരെങ്കിലും ഒരാൾക്കല്ലേ സ്ഥാനമാനങ്ങൾ കിട്ടണമെങ്കിൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മാത്രമല്ല, പാർട്ടിയുടെ കണ്ണ് തുറപ്പിക്കലാണ് അതിൻ്റെ ഷോക്ക് ട്രീറ്റ്മെൻ്റാണ് അതിലവർ ഉദ്ദേശിക്കുന്നത്. UDFന്റെ ഒരു വിലയിരുത്തൽ നമുക്കറിയാൻ കഴിഞ്ഞത് കോൺഗ്രസിൻ്റെ വോട്ടുകൾ, നമുക്ക് UDFനെ സംബന്ധിച്ച് ഏറ്റവും അധികം വോട്ടുള്ളത് പൊന്നാനിയിലും തൃത്താലയിലും തവനൂരിലൊക്കെയാണ്. അത് വേണ്ടത്ര പോൾ ചെയ്തിട്ടില്ല എന്നൊരു പ്രാഥമിക വിലയിരുത്തൽ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ രാത്രിയിലെ കണക്ക് കിട്ടിയതിന് ശേഷം എന്ത് കരുതുന്നു? കോൺഗ്രസിൻ്റെ വോട്ടുകൾ UDFന് കിട്ടാതിരിക്കുമോ? അത് LDFന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ BJPക്ക് അനുകൂലമായിട്ടോ പോകാൻ സാധ്യതയുണ്ടോ? ചെറിയ സാധ്യതയൊക്കെ ക്രോസ് വോട്ടിങ്ങിന് തിരിച്ചും മറിച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാനും രാത്രിയിലിരുന്ന് ബൂത്ത് ലെവലിൽ കണക്കിൽ പരിശോധിക്കുകയായിരുന്നു. അപ്പോൾ ചില ധാരണയൊക്കെ ഉണ്ട്. അപ്പോൾ ചില സ്ഥാനാർത്ഥികളോടുള്ള വിരോധം പലതും പരിഗണിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥികളുടെ വ്യക്തി ജീവിതത്തിലെ വിശുദ്ധി വരേക്ക് തിരഞ്ഞെടുപ്പുകൾ വിഷയീഭവിക്കും, ഏൽപ്പിക്കും. അതിലും ചില രോഷങ്ങളൊക്കെ
BJPക്ക് അനുകൂലമായിട്ട് പോകാനുള്ള ഒരു സാധ്യത കുറച്ച് അങ്ങോട്ടുണ്ടായിട്ടുണ്ട്, കുറച്ച് അങ്ങോട്ടുണ്ടായിട്ടുണ്ട്, കുറച്ച് ഇങ്ങോട്ടുണ്ടായിട്ടുണ്ട്, കുറച്ച് ഫ്രീസ് ചെയ്യുന്നുണ്ട്. ആ ഫ്രീസിങ് വന്ന പല തലത്തിലാണ് ഇത് വരിക. അതും ഇതിനകത്ത് സംഭവിച്ചു കാണും. അങ്ങയുടെ ഏറ്റവും ഈ കണക്കുകളിലൊക്കെ പ്രോസസ്സിങ് അല്ലെങ്കിൽ കണക്കൂട്ടുന്നേ ഉള്ളൂ, എങ്കിലും ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്, എത്ര വോട്ടാണ്? UDF വോട്ട് ഗണ്യമായി കുറയും. LDF വോട്ട് കൂടും. പേഴ്സണലി LDF സ്ഥാനാർത്ഥി എന്ന നിലക്ക് എനിക്ക് വ്യക്തിപരമായ കുറേ കണക്ഷൻസ്, കുടുംബ ബന്ധങ്ങൾ, വ്യക്തിബന്ധങ്ങൾ ഒക്കെ ഇവിടെ ഉണ്ട്, ഈ മേഖലയിലുണ്ട്. പാർട്ടി കുറേ കാലം ലീഗിലുണ്ടായിരുന്ന, അതിൻ്റെ സംസ്ഥാനതല നേതൃത്വത്തിലുണ്ടായിരുന്ന ആൾ എന്ന നിലക്കുള്ള വ്യക്തിബന്ധങ്ങൾ ഒക്കെയുണ്ട്. അതൊക്കെ കുറേ വോട്ട് എനിക്ക് വോട്ടായി വരുന്നുണ്ട്. വിശദമായൊരു കണക്കെടുപ്പ് നോക്കുന്നുള്ളൂ. അത് പല ആളുകളും എന്നോട് തന്നെ പറയാത്ത ആളുകളുണ്ട്, അതൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് വരുന്നേ ഉള്ളൂ. എത്ര എങ്ങനെ വരുന്നത് ഞാൻ വലിയൊരു അവകാശവാദത്തിനൊന്നും ഇപ്പോൾ മുതിരുന്നില്ല. വിജയപരാജയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവാം. അതായത് ഈ 2014 ഒരു തെരഞ്ഞെടുപ്പാണ് പൊന്നാനിയിലെ ഒരു LDF സ്ഥാനാർത്ഥിയുടെ ഏറ്റവും മികച്ച പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പായി കാണുന്നത്. അതിനെ മറികടക്കുന്ന ഒരു പെർഫോമൻസ്, അതിനെ മറികടക്കാനുള്ള പെർഫോമൻസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ ഭൂരിപക്ഷത്തിന് LDF സ്ഥാനാർത്ഥി അഥവാ ഞാൻ കടന്നുകൂടും. ജയമാണെങ്കിലും തോൽവിയാണെങ്കിലും നേരിയ ഭൂരിപക്ഷമായിരിക്കും. വസ്തുനിഷ്ഠമായി മാധ്യമങ്ങളോട് പങ്കുവെക്കുന്ന സത്യമാണിത്. കാരണം ഇനി ഒരു മറച്ചു വെക്കുന്നതിലൊന്നും കാര്യമില്ലല്ലോ, പിന്നെ യാഥാർത്ഥ്യബോധത്തോടു കൂടി സംസാരിക്കണമല്ലോ. ഈ ഇടതുപക്ഷത്തിന്റെ വോട്ട് മുഴുവൻ കിട്ടി എന്ന് കരുതാമോ? പൊന്നാനിയിലെ വോട്ടിംഗ് പെർസെൻറ്റേജിന്റെ കുറവ് മാത്രം കണക്കിലെടുത്ത് ചോദിക്കുന്നതാണ്. ഇടതുപക്ഷത്തിന്റെ നേതാക്കൾ അത് വിശദമായിട്ടൊന്ന് മനസ്സിലാക്കേണ്ടത്, ക്ലാരിഫൈ ചെയ്യേണ്ട ഒരു വിഷയമാണത്. ഇടതുപക്ഷത്തിൻ്റെ നേതാക്കൾ വളരെ ആത്മാർത്ഥമായിട്ട് അഹോരാത്രം പണിയെടുത്തിട്ടുണ്ട് എൻ്റെ വിജയത്തിന് വേണ്ടി. അതിൻ്റെ രണ്ടാംകിട നേതാക്കൾ അവരും ഫീൽഡിൽ വളരെ സജീവമായിരുന്നു. ഇതിനു മുമ്പ് കാണാത്ത രീതിയിലുള്ളൊരു താല്പര്യം അവരിലും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും താഴെക്കടയിൽ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ ഏറെക്കുറെ മുഴുവനായിട്ടും വോട്ട് വന്നിട്ടുണ്ട് എന്ന് ചില മേഖലകളിൽ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള ബൂത്തുകളിലും വോട്ട് കുറഞ്ഞിട്ടുണ്ടാവാം. അത് സ്വാഭാവികമാണ്, അതിനകത്ത് അസ്വാഭാവികതയൊന്നുമില്ല. ഇപ്പോൾ ചില കല്യാണങ്ങൾ, മരണങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ. അത്തരം കാര്യങ്ങളിൽ ഉദാഹരണത്തിന് ചില ബൂത്തുകളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ 10, 300, 400 വോട്ട് പോൾ ചെയ്യാതെ പോയിട്ടുണ്ട്. 400 വോട്ടൊക്കെ പോൾ ചെയ്യാതെ പോയിട്ടുണ്ട്. ഒന്നും കൂടി ഡെപ്തിൽ പരിശോധിച്ചാൽ അവരൊന്നും മരിച്ചു പോയവരോ നാട്ടിലില്ലാത്തവരോ അല്ല. CV അനുമോദാണ് KM ഹംസയ്ക്കൊപ്പം ചേർന്നത്. എന്തായാലും അദ്ദേഹം പറയുന്നത് ഇനി വലിയ പ്രതീക്ഷ എന്നല്ല, വലിയ വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ പറയേണ്ട ഒരു സമയമാണ്. ഇനി അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല.